അരുംകൊലയിൽ ഞെട്ടി കേരളം. കൂട്ടക്കൊലപാതകങ്ങൾ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പട്ടാപ്പകൽ നടക്കുമ്പോഴും ഒരു സൂചനയും പോലീസിന് നൽകാതിരുന്ന കൊടും ക്രൂരകൃത്യം. പോലീസിന് മുന്നിൽ കുറ്റവാളി കീഴടങ്ങിയപ്പോൾ കേരളം കണ്ടത് കേട്ടുകേൾവിയില്ലാത്ത കൊലപാതക പരമ്പര. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കൊല്ലത്ത് സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. മേലില പടിഞ്ഞാറ് കണിയാംകുഴിയിൽ സുഗതൻ നായരാണ് മരിച്ചത്. സംഭവത്തിൽ തലവൂർ നെടുത്തേരിയിൽ സണ്ണിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി സുഗതൻ ഒറ്റയ്ക്കാണ് മേലിലയിലെ വീട്ടിൽ താമസിച്ചു വരുന്നത്. 2 ദിവസം മുൻപ് സുഗതന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയായിരുന്നു സണ്ണിയുടെ ആക്രമണം. ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സുഗതനെ പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ രക്തം വാർന്ന നിലയിൽ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന സുഗതനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെയാണ് സുഗതൻ മരിക്കുന്നത്. ഈ വിവരം എന്നോട് അയൽവാസിയായിട്ടുള്ള സുമയെന്ന് പറയുന്ന ഒരാൾ വിളിച്ചു പറയുകയും ഞാൻ ഇവിടെ വരികയും, അപ്പൊ സിറ്റ് ഔട്ടിൽ ബ്ലഡ്, ഒരുപാട് ബ്ലഡ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ബ്ലഡ് ഛർദ്ദിച്ചിട്ടേക്കാണ്. അപ്പൊ അതെല്ലാം ചവിട്ടി തേച്ച രീതിയിലാണ് അവിടെ കിടക്കുന്നത്. അവിടെ ഒരു കറുത്ത കൈലിയും കറുത്ത തോർത്തും ആ സിറ്റ് ഔട്ടിലുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി എന്തോ കുഴപ്പസ്ഥിതിയിലേക്കാണ്. ഞാൻ അന്നേരം കുന്നിക്കോട് CI ഗോകുമാർ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. 10 മിനിറ്റ് എടുത്തേ ഉള്ളൂ. അതിനകം വെച്ച് പ്രിൻസിപ്പൽ SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. സുഗതന്റെ വയറിന് ചവിട്ടേറ്റിരുന്നു. വയറിനേറ്റ ക്ഷതത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ സുഗതനെ മർദ്ദിച്ച തലവൂർ നടുത്തേരിയിൽ സണ്ണിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സുഗതനും സണ്ണിയും സുഹൃത്തുക്കളാണ്. സണ്ണിയുടെ വീട്ടിൽ സുഗതൻ ജോലിക്ക് പോയിരുന്നു. കൂലിയുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെ ചില തർക്കങ്ങൾ നടക്കുകയും തുടർന്ന് സണ്ണി ഓട്ടോറിക്ഷയുമായി സുഗതന്റെ വീട്ടിലെത്തുകയുമായിരുന്നു. അവിടെ വെച്ച് വീണ്ടും തർക്കമുണ്ടാവുകയും സുഗതനെ സണ്ണി ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് കുന്നിക്കോട് പോലീസ് പറയുന്നു. പിടിയിലായ സണ്ണി മറ്റു ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. കൊലപാതക കുറ്റം ചുമത്തി സണ്ണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കുന്നിക്കോട് പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. ആലപ്പുഴ ചെട്ടിക്കാട് ഗുണ്ടകൾ തമ്മിൽ നടു റോട്ടിൽ കത്തിക്കുത്ത്. നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പി ബിനുവും ജോൺകുട്ടിയുമാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി പട്ടാപ്പകൽ ഏറ്റുമുട്ടിയത്. മീൻതട്ട് വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൻ്റെ പേരിലായിരുന്നു ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലും കത്തിക്കുത്തും. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 ആയിരുന്നു നാട്ടുകാരെ ഭയപ്പെടുത്തി തീരദേശ റോഡിലെ ചെട്ടിക്കാട് ജംഗ്ഷനിൽ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പി ബിനുവും ജോൺകുട്ടിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇവർ തമ്മിൽ പൂർവ്വ വൈരാഗ്യമുള്ളതായി പോലീസ് പറയുന്നു. ചെട്ടിക്കാട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന മീൻതട്ട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഇതിന്റെ തുടർച്ചയായി ഇരുവരും പരസ്പരം കുത്തി. 2 പേർക്കും സാരമായി മുറിവേറ്റു. ഇവരെ തൊട്ടടുത്തുള്ള ചെട്ടിക്കാട് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് 2 ആംബുലൻസുകളിലായി ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇവർ തമ്മിൽ പോർവിളിയുണ്ടായി. ആശുപത്രിയിൽ പോലീസ് കാവലിലാണ് ചികിത്സ. നേരത്തെയും ഇവർ പലതവണ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മാരക ലഹരി മരുന്നുമായി യുവാവ് അറസ്റ്റിൽ. മൈനാഗപ്പള്ളി സ്വദേശി ശ്രീഹരിയാണ് അറസ്റ്റിലായത്. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തത്. ശാസ്താംകോട്ട എക്സൈസ് സംഘമാണ് പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്നുള്ള മൈനാഗപ്പള്ളിയിലെ പരിശോധനയിൽ 100ഓളം മാരക ലഹരി ഗുളികകളാണ് യുവാവിൽ നിന്നും പിടിച്ചെടുത്തത്. മാനസിക വിഭ്രാന്തിക്ക് ഉപയോഗിക്കുന്നതാണ് പിടിച്ചെടുത്ത ലഹരി ഗുളികകൾ. സംഭവത്തിൽ മൈനാഗപ്പള്ളി ശോഭന ഭവനിൽ ശ്രീഹരിയാണ് അറസ്റ്റിലായത്.
തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഷൂ വാങ്ങുന്നതിന്റെ മറവിലാണ് ശ്രീഹരി ഗുളികകൾ കടത്തിയിരുന്നത്. നെട്രോസെപ്പാം എന്ന മാനസിക വിഭ്രാന്തിക്കുള്ള ഈ ഗുളിക 15 എണ്ണത്തിന് 500 രൂപ വിലയിൽ യുവാവ് വിൽപ്പന നടത്തിയിരുന്നു. ശാസ്താംകോട്ട എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പൾസർ സുനിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘമാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. കുറുപ്പംപടിയിലെ ഹോട്ടലിൽ അതിക്രമം നടത്തിയതിന് സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പെരുമ്പാവൂർ കുറുപ്പംപടിയിലെ ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് പൾസർ സുനി അതിക്രമം നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയാണ് പൾസർ സുനി എന്ന് വിളിപ്പേരുള്ള സുനിൽകുമാർ. രണ്ടാമതും ആവശ്യപ്പെട്ട ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്ന പേരിലാണ് സുഹൃത്തിനൊപ്പം ഹോട്ടലിലെത്തിയ സുനി ഗ്ലാസുകൾ എറിഞ്ഞുടയ്ക്കുകയും ജീവനക്കാർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തത്. ഹോട്ടലുടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇളമ്പകപ്പിള്ളിയിലെ വീട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തടവുകാരനായി കഴിഞ്ഞിരുന്ന പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. 7 വർഷത്തിലധികമായി ജയിലിലാണെന്നും വിചാരണ നീളുകയാണെന്നുമുള്ള വാദങ്ങൾ അംഗീകരിച്ച സുപ്രീം കോടതി കർശന വ്യവസ്ഥകളിലായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച സുനിയുടെ ജാമ്യം റദ്ദായേക്കും. 2017 ഫെബ്രുവരി മുതൽ പൾസർ സുനി ജയിലിലായിരുന്നു. ജനം, കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.